അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. രാജേഷിലെ ശല്യമെല്ലാം അവസാനിച്ചു. അവനെ പോലീസ് കൊണ്ടുപോയി. ഇനി അവിടുത്തെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സുഖമായ സന്തോഷത്തോടു കൂടി ജീവിക്കാം. അവർക്ക് കൊടുക്കുവാനുള്ള ശിക്ഷകളെല്ലാം അവർ കൊടുത്തു കഴിഞ്ഞു. ഇനി അവർ തീരുമാനിക്കട്ടെ. ഷെഫി ഉസ്താദും ബത്തൂലും ഗൾഫിലേക്ക് തിരിച്ചു പോകുവാൻ വേണ്ടി നിൽക്കുകയാണ്. സെയ്ഫ് അറബിയും ഫാമിലിയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നുള്ളൂ. എന്നാൽ ഷെഫി ഉസ്താദിനും ബത്തൂലിനും പോകേണ്ടതായ സമയമായിട്ടുണ്ട്. അവർക്ക് പോകണം. പക്ഷേ ചില കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കാനുണ്ടല്ലോ. സീനത്തിൻ്റെ കാര്യം, അതെ, അവളുടെ കുഞ്ഞിൻ്റെ കാര്യം. ഷെഫി ഉസ്താദിൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞാണ്. ഒരിക്കൽ പോലും അനാഥമാക്കാൻ പാടില്ല. ബത്തൂൽ ചോദിച്ചു, എൻ്റെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞിനെയും സീനത്തിനെയും നമുക്ക് കൂടെ കൊണ്ടുപോയാലോ? എന്നാൽ ഷെഫി ഉസ്താദ് പറയുകയാണ്, ബത്തൂൽ, നീ എന്താ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു കുഞ്ഞിനെ നൽകുന്നുണ്ട്. അത് നിന്റെ വയറ്റിൽ അത് വളരുന്നുമുണ്ട്. അത് ഈ കുട്ടിക്ക് ഇവിടെ ഉമ്മയുമുണ്ട്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാണ്, എൻ്റെ ആദ്യത്തെ കുഞ്ഞാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ കുഞ്ഞ് ഉമ്മയുടെ അടുത്ത് നിൽക്കുന്നതിനേക്കാൾ സേഫ്റ്റിയായിട്ട് മറ്റാര് തന്നെ സംരക്ഷിച്ചാലും അതൊരിക്കൽ പോലും ആവില്ല. പെറ്റുമ്മയുടെ കൂടെ കുഞ്ഞ് നിൽക്കണം. അതാണതിൻ്റെ ശരി. ബാക്കി ആരൊക്കെ തന്നെ തേനും പാലും കൊടുത്ത് വളർത്തിയാലും ആ ഒരു മാതൃസ്നേഹം അതിനോളം വരില്ലല്ലോ ഒന്നും. ഷെഫി ഉസ്താദിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ ബത്തൂല് അത്ഭുതപ്പെടുകയാണ്. അല്ലാ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ വാക്കുകളിൽ വളരെയധികം സൂക്ഷ്മതയോട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഓരോന്നും. സഹ്റ ബത്തൂൽ ആലോചിച്ച്, റബ്ബേ, എത്രമാത്രം അറിവുള്ളൊരു പണ്ഡിതനെയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അതെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. ഈ പ്രാവശ്യത്തെ നോമ്പ് കാലത്തിൽ ഷെഫി ഉസ്താദും ബത്തൂലും തിരിച്ച് ഗൾഫിലേക്ക് തന്നെ പോവുകയാണ്. എന്നാൽ സെയ്ഫ് അറബിയും അവരും ഈ പ്രാവശ്യം ഇവിടെയാണ്. ഉമ്മയും കൂട്ടി വന്നതുകൊണ്ട് തന്നെ അവർക്ക് സമാധാനമാണ്. എന്തൊക്കെ തന്നെയും അറബി വീടും എല്ലാം പൂട്ടിയിട്ടിരിക്കുകയല്ലേ. അവർക്ക് കേരളത്തിൻ്റെ കാലാവസ്ഥയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. റമദാൻ ആയതുകൊണ്ട് തന്നെ ഷെഫി ഉസ്താദിനെ പ്രത്യേകം അറബി വിളിച്ചിട്ടുമുണ്ട്. അതെ, അവിടുത്തെ കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ പറയുവാനും ചില ക്ലാസ്സുകൾക്കുമെല്ലാം വേണ്ടി ഇതിനകം തന്നെ നമ്മുടെ ഷെഫി ഉസ്താദ് ശരിക്കും അവിടെയുള്ള എല്ലാ രീതിയിലുള്ള അറബിയും സ്വായത്തമാക്കിയിരുന്നു. അറബി ഏത് രീതിയിൽ പറയുവാനും അദ്ദേഹത്തിന് അറിയുമായിരുന്നു. ഷെഫി ഉസ്താദിൻ്റെ ക്ലാസ് റമദാനിൽ വേണം എന്നാണ് അവർ പറയുന്നത്. അവിടുത്തെ നാട്ടുകാരും പള്ളിയിലെ ആളുകളും ശരിക്കും ഷെഫി ഉസ്താദിൻ്റെ ആ മനോഹരമായ ഖുർആൻ പാരായണം അത് കേൾക്കുമ്പോൾ അതവർക്ക് വല്ലാത്തൊരു ഫീലാണ് നൽകുന്നത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു പോവുകയാണ്. ഷെഫി ഉസ്താദ് ഉമ്മയുടെ അരികിൽ, ഉമ്മാ, മോനെ, ഉമ്മ വിളിക്കുന്നുണ്ടല്ലോ അർബാവൊക്കെ. എന്താ ഉമ്മ ചെയ്യേണ്ടത്? എൻ്റെ പൊന്നു മോനെ, ഉമ്മാൻ്റെ കുട്ടിയുടെ ജോലിയല്ലേ അത് ഖുർആൻ പഠിപ്പിക്കലും ഖുർആനെ കുറിച്ച് മസലുകളെല്ലാം പറയലും തർജ്ജമ ചെയ്യലുമെല്ലാം ഉമ്മാൻ്റെ കുട്ടിയുടെ ജോലിയായ സ്ഥിതിക്ക് ഉമ്മ അതിനൊരിക്കലും തടസ്സം പറയില്ല. കാരണം ഉമ്മാൻ്റെ കുട്ടിയുടെ മഴസിയത്ത്, അതായത് നമ്മുടെ എല്ലാം നമുക്ക് ഏറ്റവും അഭിവൃദ്ധി നൽകിയതും സമ്പത്ത് നൽകിയതും എല്ലാം എൻ്റെ പൊന്നുമോൻ്റെ ഖുർആൻ പാരായണം കൊണ്ടും പഠിപ്പിക്കൽ കൊണ്ടുമാണ്. അതുകൊണ്ട് ഈ ഉമ്മ ഒരിക്കലും അതിന് തടസ്സം നിൽക്കില്ല. എൻ്റെ പൊന്നുമോന് പോയിക്കോളൂ ഉമ്മ കൂടി വന്നാൽ റാഹത്തായിരുന്നു. മോനെ, എന്തൊക്കെ തന്നെയായാലും ഈ റമദാൻ അങ്ങ് കഴിയട്ടെ, എന്നിട്ട് വന്നാൽ പോരെ മോനെ. ഞാൻ പൊന്നുമോൻ്റെ കൂടെ തൽക്കാലം ഇവിടെ എങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഉപ്പ ഇറങ്ങിപ്പോയ വീടല്ലേ. ഇവിടെ നിസ്കാരം ദുആയും ഖുർആൻ പാരായണം എന്നില്ലാഞ്ഞാൽ എന്തിനു നന്ന് എൻ്റെ പൊന്നുമ്മ. അത് എവിടെ വെച്ച് ചെയ്താലും അത് ഉപ്പാക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഉമ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അതൊരു സമാധാനമാണുമ്മ. അതെ പൊന്നു മോനെ, എൻ്റെ കുട്ടിക്ക് വേണ്ടി ഉമ്മ ഇവിടുന്ന് ദുആ ചെയ്തോളല്ലോ. ഉമ്മ ഇവിടെ ഒറ്റക്ക് നിൽക്കണ്ട. ഉമ്മ ഇവിടെ ഒറ്റക്ക് നിൽക്കുമ്പോൾ സന്തോഷമല്ല, സമാധാനമില്ല. ഉമ്മാൻ്റെ പൊന്നു മോനെ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇവിടെ എല്ലാവരും അടുത്തൊക്കെ ഉണ്ടല്ലോ. മോനെ, എൻ്റെ കുട്ടിയും ബത്തൂലും പൊയ്ക്കോളി, അതല്ലേ നല്ലത്. ഉമ്മ അത് വേണ്ടമ്മ, എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഇല്ലാതെ. മോനെ, ഇവിടെ എല്ലാവരും ഉണ്ട്. പൊന്നു മോനെ, ഞാൻ കൂടി വന്നാൽ നമ്മളെ കുട്ടീനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കാൻ ആരുണ്ടാകുക? ഒരു നിമിഷം ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലേക്ക് അത് വന്നു. അതെ, എൻ്റെ കുഞ്ഞിനെ ഇവിടെ ഒറ്റക്കിട്ട് പോകുമ്പോൾ അതും ഒരു വിഷമം. പക്ഷേ
മോനെ എന്താ ഇനി ചെയ്യാ ഉമ്മ? അതെ, സീനത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് നല്ല ടെൻഷനുണ്ട്. ശരിയാണ്, അവൾ അവളുടെ ഇഷ്ടം പോലെയൊക്കെ ജീവിച്ചു. എന്നാൽ നമ്മളുടെ കുഞ്ഞും അവളടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ ഇനി ചെയ്യുക എന്ന് യാതൊരു പിടുത്തവും കാര്യങ്ങളും ഇല്ല. പഠിച്ചവനെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ മനസ്സിൽ വല്ലാതെ വേദനിക്കുന്നു. എന്നാൽ ഈ സമയം ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലേക്ക് പല പല ചിന്തകൾ വരികയാണ്. അന്ന് നേരത്തെ തന്നെ എസ് സാർ വിളിച്ചു ചോദിച്ചു, അല്ല എപ്പോഴാണ് പോകുന്നത്? ഷെഫി ഉസ്താദിനെയും അതിനിടയിൽ പരിചയപ്പെട്ടിരുന്നു. ഇൻഷാ അള്ളാ പോകണം, റമദാനിൽ പോകണം, അത്യാവശ്യമായിട്ട് പോകേണ്ടതാണ്. എങ്കിലും ഉമ്മയുടെ കൂടെ 1-2 ദിവസമെങ്കിലും നിന്നിട്ട് ആയിക്കോട്ടെ. എന്നാൽ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ പല പല ചിന്തകളുണ്ടായിരുന്നു. അതെ, സീനത്ത് അവൾ ശരിയാണ്, അവളുടെ ബുദ്ധിമോശം കണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി അവൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പടച്ചറബ് പുറത്ത് കൊടുക്കട്ടെ. എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ. അതായിരുന്നു ഉസ്താദ് ദുആ ചെയ്തിരുന്നത്. ഒരിക്കൽ പോലും തൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ ആദ്യ ഭാര്യയെ വിഷമിപ്പിക്കുവാനോ ബുദ്ധിമുട്ടിപ്പിക്കുവാനോ അവൾക്കെതിരെ ദുആ ചെയ്യുവാനോ നമ്മുടെ ഷെഫി ഉസ്താദ് നിന്നില്ല. ഷെഫി ഉസ്താദിനറിയാം, അതെ ഒരുപാട് തെറ്റുകൾ ചെയ്തവർക്ക് നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു കൊടുത്തിട്ടുണ്ട്. തന്നെ ഒരുപാട് ഉപദ്രവിച്ചവരെ വേദനിപ്പിച്ചവരെ അവരെയെല്ലാം മുത്ത് ഹബീബ് പുഞ്ചിരിയോട് കൂടിയായിരുന്നു വരവേറ്റിരുന്നത്. അവർക്കെതിരെ ദുആ ചെയ്തിട്ടില്ല. അതെ, അവൾക്കെന്തേ പറ്റണമെന്ന് ദുആ ചെയ്തിട്ടില്ല. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പറയുമായിരുന്നു, അള്ളാഹുവിൻ്റെ ഹബീബേ, നിങ്ങൾ ഇത്രയധികം കഷ്ടപ്പെടുത്തുന്ന അവർക്കെതിരെ നിങ്ങൾക്കൊന്ന് ദുആ ചെയ്താൽ അള്ളാഹു അവരെ ശിക്ഷിക്കൂലേ? ഇത്രയധികം കഷ്ടപ്പെടുത്തിയിട്ടും നിങ്ങളെന്താ ഇങ്ങനെ? ഒന്ന് ദുആ ചെയ്തൂടെ അള്ളാഹുവിൻ്റെ ഹബീബേ എന്ന് പറഞ്ഞ സമയത്ത് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ സ്വഹാബത്തെ അവർ അറിവില്ലാത്തവരാണ്. അതെ, അവരൊരു പക്ഷേ നാളെ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നാലോ, ഇന്ന് അങ്ങനെയാണെങ്കിലും നാളെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് വന്നാലോ, അതുകൊണ്ട് അവർക്കെതിരെ ദുആ ചെയ്യാൻ പാടില്ല എന്നതായിരുന്നു നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഷെഫി ഉസ്താദ് ഒരിക്കൽ പോലും സീനത്തിനെതിരായിട്ട് ദുആ ചെയ്യുന്നില്ല. സീനത്തിൻ്റെ ബുദ്ധിമോശം കൊണ്ട് അങ്ങനെയെല്ലാം സംഭവിച്ചു. എൻ്റെ കുഞ്ഞിനെ അവളെനിക്ക് പ്രസവിച്ചു തന്നു, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ സീനത്തിനും ഒരു ജീവിതം കൊടുക്കണമല്ലോ, ഷെഫി ഉസ്താദ് മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നാൽ ഈ സമയം സീനത്ത് അതാ പടച്ച റബ്ബിനോട് കരഞ്ഞ് ദുആ ചെയ്യുകയാണ്, അള്ളാഹുവേ റഹ്മാനെ, ഒരാൾക്കും ഒരു ശല്യമായിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല, അള്ളാഹ് ജീവിച്ചോട്ടെ, എൻ്റെ ഷെഫി ഉസ്താദ് ജീവിച്ചോട്ടെ, അവരും ബത്തൂലും ജീവിക്കട്ടെ സന്തോഷത്തോടെ. എനിക്ക് ആ പെൺകുട്ടിയെ ഒത്തിരി ഇഷ്ടപ്പെട്ടു, പാവം പെണ്ണ്. അല്ലെങ്കിലും ഷെഫി ഉസ്താദിന് യോജിച്ച പെണ്ണ് ബത്തൂല് തന്നെയാണ്. അതെ, അതിൻ്റേതായ എല്ലാ ഗുണങ്ങളും ആ കുട്ടിയിലുണ്ട്. കാരണം ആ കുട്ടി എന്ന് വെച്ചാൽ അത് അത്രക്കും പവിത്രമായൊരു കുട്ടിയാണല്ല. സത്യമായിട്ടും സീനത്ത് കരയുകയായിരുന്നു. റബ്ബേ, ഒരിക്കൽ കൂടി ആ പൊന്നുമോളൊന്ന് കാണാൻ എനിക്ക് വിധിയുണ്ടായിരുന്നെങ്കിൽ. അതെ, എനിക്ക് തോന്നുകയാണ് ഞാൻ പെട്ടെന്ന് മരണപ്പെടും, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് പോകുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ പൊന്നുമോനെ അതെ അവളുടെ കൈകളിൽ ഏൽപ്പിക്കണം. അത് സീനത്തെ വിതുമ്പിക്കരയുകയായിരുന്നു. എന്നാൽ ആ കുഞ്ഞാണെങ്കിൽ ഒരു അത്ഭുത ബാലൻ ആയിരുന്നു. അതെ, ആ കുഞ്ഞിനെ എന്തെന്നറിയില്ല, എന്തൊക്കെയോ പ്രത്യേകതകൾ ഉള്ളതായിട്ട് അവളുടെ ഉമ്മയും ഉപ്പയും പറയുമായിരുന്നു. ഈ കുട്ടി എന്തൊരു കുട്ടിയാണ് റബ്ബേ, ഖുർആൻ പാരായണം അങ്ങോട്ട് ചെയ്യുമ്പോൾ എത്ര കരയാണെങ്കിലും ഖുർആൻ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി അങ്ങനെ കരച്ചിൽ അവിടെ നിർത്തിയിട്ട് അതിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്ന പോലെ തോന്നും. എന്നാൽ ആ പിതാവ് വന്നിട്ട് പറഞ്ഞു, അതടി മറ്റൊന്നുമല്ല, അതെ ആ കുട്ടിയുടെ പിതാവ് എന്ന് പറഞ്ഞാൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളാണ്. എപ്പോഴും ഖുർആൻ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുഞ്ഞല്ലേ, അതിൽ ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാവുമല്ലോ. അത് ഒന്നും അത്ഭുതപ്പെടാനില്ല, അത് അത്ഭുതം നിറഞ്ഞ കുട്ടി തന്നെയാണ്. കുട്ടി പക്ഷേ കുറച്ചൊരു ബുദ്ധിമുട്ടായി എന്ന് മാത്രം. സാരല്ല, എന്തൊക്കെ തന്നെയായാലും ആ കുട്ടിക്ക് എന്തൊക്കെയോ അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. ആ പ്രസവത്തിൻ്റെ കാര്യത്തിൽ തന്നെ കണ്ടില്ലേ, എത്രമാത്രം അത്ഭുതം നിറഞ്ഞതായിരുന്നു അത്. പിന്നെ ആ കുഞ്ഞിനെ എന്ന് വെച്ചാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അത്ഭുതകരമായിട്ട് പ്രസവിച്ച് വന്നൊരു കുഞ്ഞാണത്. ശരിക്കും അതിൻ്റെ മുഖത്തേക്ക് തന്നെ ഇത് നോക്ക്,
എന്തൊരു പ്രഭയാണ് അതിൻ്റെ കണ്ണുകളിലേക്ക് നോക്ക്, എന്തൊരു തെളിച്ചമാണ്. ആ ഒരു കണ്ണുകളിൽ എന്തൊക്കെയോ അത് വായിക്കുന്ന പോലെ, എന്തൊക്കെയോ നമ്മളോട് പറയുന്ന പോലെ ആ കണ്ണുകൾ നോക്ക്, ആ പുഞ്ചിരി നോക്ക്, എത്രമാത്രം മനോഹരമാണ്. അതെ, സത്യമായിട്ടും നമ്മുടെ കുഞ്ഞ് ശരിക്കും ഒരു അത്ഭുത കുഞ്ഞ് തന്നെയാണ്. ഷെഫി ഉസ്താദിൻ്റെ കുഞ്ഞല്ലേ, അത്ഭുതം സംഭവിക്കാതിരിക്കുമോ? എന്നാൽ സീനത്തിന് ഷെഫി ഉസ്താദിനോട് എന്തൊക്കെയോ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. തൻ്റെ ഭാഗത്ത് പറ്റിപ്പോയ തെറ്റിന് ഒന്ന് മാപ്പ് പറയണം ഒരിക്കൽ കൂടി. അതെ, കുഞ്ഞിൻ്റെ കാര്യത്തിനെക്കുറിച്ച് പറയണം. എന്നാൽ ഈ സമയം ആ പിതാവിനോട് അവൾ പറയുകയാണ്, ഉപ്പ, ഷെഫി ഉസ്താദ് പോകുന്നതിന് മുമ്പായിട്ട് എന്നെ ഒന്ന് കാണാൻ പറയണേ, കണ്ടില്ലെങ്കിലും എൻ്റെ ശബ്ദമെങ്കിലും ഒന്ന്. ഇൻഷാ അല്ലാ. അങ്ങനെ അത് ഷെഫി ഉസ്താദിനെ ഉപ്പ വിളിക്കുകയാണ്. മോനെ ഷെഫി, സീനത്തിന് എന്തോ ഒന്ന് പറയാനുണ്ടത്രേ എൻ്റെ കുട്ടിക്ക്. എൻ്റെ മോൻ പുറത്ത് കൊടുക്കട്ടോൾക്ക് എന്തൊക്കെ തന്നെയാലും എന്തോ ഒന്ന് പറയാനുണ്ട് മോനെ. മോനും ബത്തൂലും കൂടെ ഒന്ന് വരണം കേട്ടോ, ഉമ്മയും കൂട്ടി വരി. അങ്ങനെ അതാ അവർ അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുന്നു. മോനെ, എന്തൊക്കെ തന്നെയാലും മനുഷ്യന്മാരെ കാര്യമല്ലേ, അത് തെറ്റുകളൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ വന്നു പോയിരിക്കും. അതൊക്കെ ഒന്ന് മാപ്പാക്കി കൊടുക്കണം എൻ്റെ കുട്ടിക്ക് കേട്ടോ. എന്നാൽ ബത്തൂൽ നേരെ അത് സീനത്തിൻ്റെ റൂമിലേക്ക് ചെന്ന് ആ കുഞ്ഞിനെ വാരിയെടുക്കുന്നു. മാഷാ അല്ലാ, ഈ ഒരു കുഞ്ഞ് റഹ്മാനെ വല്ലാത്തൊരു കുഞ്ഞ് തന്നെയാണ്. കുഞ്ഞിനെ വാരിയെടുത്ത് തന്നെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. ഷെഫി ഉസ്താദ് ആ കുഞ്ഞിനെ കണ്ട് പൊട്ടിക്കരയുകയാണ്. അതെ, ആ കുഞ്ഞിനെ വിട്ട് പോകുവാന് തോന്നില്ല. കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം തോന്നി തുടങ്ങുകയാണ്. റബ്ബേ, ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു. എന്നാൽ ഷെഫി ഉസ്താദ് പറയാണ്, ബത്തൂൽ, ഇതൊരു സാധാരണ കുഞ്ഞല്ല കേട്ടോ, ഇതിൽ അള്ളാഹു എന്തൊക്കെയോ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതെ, സത്യമായിട്ടും ഈ കുഞ്ഞ് എന്തൊക്കെയോ അറിയില്ല, ഇത്ര ചെറിയ കുഞ്ഞ് ഇത്രമാത്രം മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാനും അല്ലെങ്കിൽ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുവാനൊന്നും ആയിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ ഈ കുഞ്ഞെന്തൊക്കെയോ പ്രത്യേകതയുള്ള കുഞ്ഞാണ്. സത്യം പറഞ്ഞാൽ ബത്തൂലിന് അത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷമായി. പ്രിയപ്പെട്ടവരെ, അങ്ങയുടെ കുഞ്ഞല്ലേ? അതെ, ബത്തൂൽ ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു. ഷെഫി ഉസ്താദും വാരി ഒരുപാട് ചുംബനങ്ങൾ അർപ്പിച്ചു. എന്തെന്നറിയില്ല, കുഞ്ഞിനെ വിട്ട് പോകുവാനേ തോന്നുന്നില്ല, കഴിയുന്നില്ല. കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സകപ്പാടെ ഒരു ടെൻഷനാണ്, വിഷമാണ്. എന്നാൽ ആ പിതാവ്, മോനെ ഷെഫി, എൻ്റെ മോൾക്ക് എന്തോ പറയാനുണ്ട്, അതൊന്ന് കേൾക്കണം. അങ്ങനെ അത് ഷെഫി ഉസ്താദ് അവളുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്തു. എന്നാൽ അവൾ വിതുമ്പിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദെ, അങ്ങനോട് പൊറുക്കണം. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്ത പാപിയാണ്, ദോഷിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ദുആ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈമാൻ കിട്ടി മരിക്കുള്ളൂ. എനിക്ക് അല്ലാത്ത പക്ഷം എനിക്ക് ഈമാൻ ഇല്ലാതെ എങ്ങാനും ആയിപ്പോയാൽ എൻ്റെ ജീവിതമാസകലം നഷ്ടപ്പെട്ടു പോകും. അതെ, ഈ രോഗമല്ലല്ലോ ശാശ്വതം, നമുക്ക് വരാനുള്ള ലോകം പരലോകമാണല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എനിക്ക് വേണ്ടി പൊറുക്കലിന് തേടണം. സത്യമായിട്ടും നിങ്ങൾ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചതാണ്. അതിൻ്റെയൊക്കെ ഫലം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു ഉസ്താദേ, ഒരുപാട് അനുഭവിച്ചു. ഇനിയും എനിക്കാവല്ലോ ഉസ്താദേ അനുഭവിക്കാൻ. അതുകൊണ്ട് ഉസ്താദേ, എനിക്കൊരേ ഒരു അപേക്ഷയുള്ളൂ, നിങ്ങൾ രണ്ടുപേരും നല്ല സ്നേഹത്തോട് സന്തോഷത്തോടു കൂടി ജീവിക്കണം. എന്നാൽ ഇടയ്ക്കൊന്ന് എൻ്റെ കുഞ്ഞിനെ നിങ്ങളൊന്ന് വന്ന് നോക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു പക്ഷേ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ പഠിച്ചവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ശരിക്കും അത് കേട്ട് ഷെഫി ഉസ്താദ് ഞെട്ടിപ്പോയി. ഒരു നിമിഷം അവൻ വിളിച്ചു, സീനത്തെ, എന്താ നീ പറയുന്നത്? അതേ ഉസ്താദെ, നിങ്ങളുടെ ശബ്ദം ഒന്ന് കേൾക്കാനെങ്കിലും എനിക്ക് കഴിഞ്ഞല്ലോ. എനിക്ക് പുറത്ത് തരണം. ഞാൻ അത്രക്കും കുറ്റങ്ങൾ ചെയ്തു പോയി. നിങ്ങൾ ദയവായി എൻ്റെ ജീവിതത്തിലേക്ക് വരണം എന്നല്ല ഞാൻ പറയുന്നത്, ഇടയ്ക്കൊന്ന് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ വരണം. ഞാനൊരു പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പോയിക്കോളും. ആ കാര്യത്തിലൊന്നും ഉസ്താദ് വിഷമിക്കണ്ട. നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം മാത്രം ഒന്ന്, ഒരു പക്ഷേ ഞാനില്ലെങ്കിൽ
എൻ്റെ കുഞ്ഞ് ഒരിക്കലും അനാഥമാവരുത്, അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ വരെ നിറഞ്ഞുപോയി. അതെ, സീനത്തിൻ്റെ കരഞ്ഞുകൊണ്ടുള്ള ആ ഒരു വാക്കുകൾ, ആ ഒരു സംസാരം കേട്ടപ്പോൾ ഷെഫി ഉസ്താദ് പടച്ചിറബിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ അവൾക്ക് ജീവിതത്തിലേക്ക് പറ്റിയൊരു ഇണയെ നീ കൊടുക്ക് റഹ്മാനെ, ആമീൻ. അതെ, അവൾ ജീവിച്ച് കൊതി തീർന്നിട്ടുണ്ടാവില്ല, അവൾ ചെറുപ്പമാണ്. അതെ, അവളുടെ മുമ്പിൽ ഇനിയും ഒരുപാട് ജീവിതം ബാക്കി കിടക്കുന്നുണ്ട്. സന്തോഷത്തോടെ ജീവിക്കണം, ഒരിക്കൽ പോലും ദുഃഖിച്ച് ഒറ്റപ്പെട്ട് കഴിയേണ്ട. കാരണം അവൾ അത്രക്കും പടച്ചറബിനോട് കരഞ്ഞ് ദുആ ചെയ്തവളാണ്. അതുകൊണ്ട് തന്നെ റഹ്മാനെ അവളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കുക. അങ്ങനെ അത് കുഞ്ഞിന് ഒരുപാട് ചുംബനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഷെഫി ഉസ്താദും ഉമ്മയും ബത്തൂലും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. കുഞ്ഞിനെ വിട്ടിട്ട് പോകുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്, വെമ്പാണ്. എന്നാൽ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ ചില ചിന്തകൾ വന്നുകൊണ്ടിരുന്നു. അന്ന് ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ ചില ചിന്തകളുണ്ടായിരുന്നു. അത് റബ്ബേ അവളെയും ഒരു അധീനത്തിലാക്കി കൊടുക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് സമാധാനമുള്ളൂ. ശരിയാണ്, ജീവിതത്തിൽ തെറ്റൊക്കെ പറ്റിപ്പോവും. എന്നാൽ അവൾ ഇപ്പോഴത്തെ അനുഭവിക്കുന്ന ഒരവസ്ഥ അത് വളരെയധികം ദയാപരമാണ്, ദയനീയമാണ്. ശരിയാണ്, ചെയ്യാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയി. ഇനിയിപ്പോൾ അവളുടെ ജീവിതത്തിൽ ഒന്നും ബാക്കിയില്ല എന്നാണ്. പൊറുക്കലിനെ തേടിയാൽ പടച്ചിറബിയെല്ലാം പുറത്തു തരും എന്നത് അവൾക്ക് അറിയില്ലേ എന്ന് വരെ അതാ നമ്മുടെ ഷെഫി ഉസ്താദ് ചിന്തിച്ചു പോവുകയാണ്. എന്നാൽ ഈ സമയം ഷെഫി ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട ബത്തൂലിനോടും ഉമ്മയോടും ഒരു കാര്യം പറയുകയാണ്. ഉമ്മ, ബത്തൂൽ, ആ എന്താ? ഞാനൊരിടം വരെ പോവുകയാണ്. എങ്ങോട്ടാണ്? അതെ, എനിക്കൊരിടം വരെ പോകുവാനുണ്ട് അത്യാവശ്യമായിട്ട്. എങ്ങോട്ടാണെന്ന് പറയൂ? അതൊക്കെ ഞാൻ പറയാം ഉമ്മ, ഞാനൊന്ന് പോയിട്ട് വരാം അത്യാവശ്യത്തിന് വേണ്ടി. മോനെ, എങ്ങോട്ടാണെങ്കിലും ശ്രദ്ധിച്ച് പോകണം കേട്ടോ. എൻ്റെ കുട്ടിയെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എന്നാൽ നിറമെഴുകളോടെ ബത്തൂൽ അത് നോക്കി നിന്നു. തൻ്റെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദ് ദൂരേക്ക് പോകുന്നത്. ഷെഫി ഉസ്താദ് എങ്ങോട്ടായിരിക്കും പോകുന്നത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ അറിയുമെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും നോമ്പിലായിരിക്കില്ല അല്ലേ? അപ്പോൾ സ്റ്റോറി നിർത്തണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഇതിൽ അത്ര തെറ്റായ രീതിയിലുള്ളതൊന്നും നമ്മൾ പറയാത്തത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ പലരും പറഞ്ഞു നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് വിഷമം പറഞ്ഞപ്പോൾ അതാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകളൊക്കെ ഒരുപാട് സ്റ്റോറി കേൾക്കുന്നുണ്ട്. അവർക്കൊക്കെ എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ആശ്വാസമാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെ തന്നെയാലും പറ്റുന്നുണ്ടോ ഒരു കാണുക, സമയം കിട്ടുമെങ്കിൽ മാത്രം കേട്ടോ. രാത്രിയൊക്കെ ഇഷാന് ശേഷം തറാവീനൊക്കെ ശേഷം സമയം കിട്ടുകയാണെങ്കിലൊക്കെ കാണുക. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക. നമ്മളുടെ ഒരുപാട് അനുഭവ കഥകൾ എല്ലാവരും പറയുന്നുണ്ട്. ഒരുപാട് എന്ന് വെച്ചാൽ ശരിക്കും ഉള്ളത് തന്നെ കേട്ടോ. ഇതൊക്കെ നമ്മളെ വെറും കെട്ടുകഥയാക്കി എടുക്കുക എന്നല്ല. ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ കഥ പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തർ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച വേദനകളാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ഇങ്ങനെ പറയുമ്പോഴേ ഇൻഷാ അല്ലാഹ് സമയം കിട്ടുമ്പോൾ പറയാമെന്നൊക്കെ പറഞ്ഞിരിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, എന്തായാലും എല്ലാവരും കഷ്ടത അനുഭവിക്കുന്ന, വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. പിന്നെ നോമ്പൊക്കെ നല്ല രീതിയിൽ നോറ്റ് റാഹത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 30 നോമ്പ് നോൽക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ മാക്സിമം ഇബാദത്ത് ചെയ്യാനും ഖുർആൻ പാരായണത്തിനൊക്കെ സമയം മാക്സിമം കണ്ടെത്തുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടി കാണാം. നമ്മൾ കാണാത്ത ഒരുപാട് ആളുകളുണ്ട് അല്ലേ? നമുക്ക് എല്ലാവർക്കും കാണാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.